അല്ലെങ്കിൽ ഈ സുധാകരൻ സാറിനെ ഒരു പണി ഏൽപ്പിച്ചാൽ പാർട്ടിയെ മൊത്തത്തിലങ്ങ് നാറ്റിച്ചിട്ടേ ആശാൻ അടങ്ങൂ. ജിഷ്ണു പ്രണോയി കൊല്ലപ്പെട്ട പാമ്പാടിയിലെ നെഹ്റു കോളേജിൻ്റെ ഉടമയായ കൃഷ്ണദാസിനെ ഒരു പ്രശ്നത്തിൽ നിന്ന് തലയുരിക്കാൻ നമ്മുടെ കെ സുധാകരൻ സാറിനെ പറഞ്ഞേൽപ്പിച്ചതാണ്. ആരും കാണാതെ രാത്രിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കാണെന്നും പറഞ്ഞ് ഒളിച്ചും പാത്തും പോയെങ്കിലും സംഭവം നാട്ടുകാരെല്ലാം അറിഞ്ഞു. പോലീസുകാർക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്ന് നാട്ടുകാർ ചോദിക്കാനും തുടങ്ങി. പാർട്ടിക്ക് വേണ്ടപ്പെട്ട കോൺഗ്രസ്സുകാരനായ മുതലാളിയെ രക്ഷിക്കാൻ പോയി സംഭവം നാറിയതോടെ നേതാക്കൾ പാവം സുധാകരനെ കൈയൊഴിഞ്ഞു. സഹീറിന്റെ തല്ലി കേസ് മധ്യസ്ഥമാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, ഒരു വലിയ തർക്കം എന്റെ മധ്യസ്ഥത്തിലൂടെ തീരുമെങ്കിൽ തീരട്ടെ. ശ്രീമാൻ കെ സുധാകരൻ ഇന്നലെ നെഹ്റു കോളേജ് അധികൃതരുമായി ചർച്ച നടത്തിയ കാര്യം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് കണ്ടു. സുധാകരൻ പാർട്ടിയോട് ആലോചിക്കാതെയോ ചർച്ച ചെയ്യാതെയാണ് അവിടെ മധ്യസ്ഥ ശ്രമത്തിന് പോയത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ഞാൻ പാർട്ടിയോട് ചോദിക്കാൻ പാർട്ടി അതിൽ തീരുമാനം എടുക്കാത്തത് കൊണ്ട് ആ പാർട്ടിയോട് ചോദിക്കാതെ പോയത്. പാർട്ടി പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. എനിക്ക് പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ തീരുമാനമാണ് അവസാനത്തെ എന്റെ തീരുമാനം. പാർട്ടി പറഞ്ഞിട്ടല്ല സുധാകരൻ സാർ മധ്യസ്ഥ ശ്രമത്തിനായി പോയതെന്നാണ് ഹസൻ ജി പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മുതലാളിമാരെ ഇങ്ങനെ കൈവിടുന്നത് എന്തുകൊണ്ടും ശരിയല്ല. പക്ഷേ എന്ത് ചെയ്യാം, ഇതിപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞ് സുധാകരൻ സാറിനെ വളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഈ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടാനും മധ്യസ്ഥതയ്ക്ക് പോകാനും പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇതേക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. പാർട്ടിക്ക് പ്രസക്തിയുണ്ട്, അതുകൊണ്ടാണ് അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത്. കാരണം ഒരു ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ പാർട്ടികളിലും ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ CA കുര്യൻ പാർട്ടിയുടെ അഭിപ്രായത്തിനെതിരായിട്ട് പോയി പങ്കെടുത്തില്ലേ? അതുപോലെ പല പാർട്ടികളിലുമുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഇത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് അവർ തയ്യാറാവുമ്പോൾ അവരോട് വിശദീകരണം ചോദിക്കുകയും പാർട്ടി അഭിപ്രായം പറയാത്തത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പാർട്ടി വ്യക്തമാക്കുകയും ചെയ്യും. എന്താണ് ഈ സുധാകരൻ സാറിന് പാമ്പാടി നെഹ്റു കോളേജിൽ കാര്യം എന്നാണ് നാട്ടുകാരെല്ലാം ആദ്യം ചിന്തിച്ചത്. നാട്ടിൽ എന്തു പ്രശ്നമുണ്ടായാലും അതിൽ മധ്യസ്ഥം വഹിക്കാൻ സുധാകരൻ സാറിനെ കഴിഞ്ഞിട്ടേ വേറെ ഏത് കോൺഗ്രസ് നേതാവും ഉള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലെ പാർട്ടിക്ക് വേണ്ടപ്പെട്ട മുതലാളിമാരുടെ പ്രശ്നമാകുമ്പോൾ. നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ പിന്നെ സുധാകരൻ സാറിൻ്റെ വീട്ടിൽ വന്ന് ആളുകൾ ക്യൂ നിൽപ്പാണ്. സാറേ ഞങ്ങളുടെ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടണേ എന്നും പറഞ്ഞ്. നെഹ്റു ഗ്രൂപ്പും സഹീറിന്റെ കുടുംബവും ഒരുമിച്ച് എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. പാർട്ടിയോട് ചോദിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ, പാർട്ടി സഹീർ തല്ലി കേസിന്റെ അകത്ത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയം സ്വീകരിച്ചിട്ടില്ല. ഷഹീർ കേസ് KPCCയുടെ ഒരു തലത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് പാർട്ടിയുടെ ഒരു തീരുമാനമില്ല. ഞാൻ മധ്യസ്ഥനായി പോകുന്നത് നെഹ്റു ഗ്രൂപ്പിന് വേണ്ടിയല്ല. അങ്ങനെയാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പിന് വേണ്ടി ഞാൻ മധ്യസ്ഥനായിട്ടില്ല. നെഹ്റു ഗ്രൂപ്പും സഹീറിന്റെ കുടുംബവും ഒരുമിച്ച് എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു മധ്യസ്ഥനാകാൻ അവസാനം. അത് ഞാൻ ഒഴിയാനൊക്കെ ശ്രമിച്ചെങ്കിലും മധ്യസ്ഥനാകാൻ ഞാൻ തയ്യാറായത്. ഒരു വിഷയം തീരുന്നെങ്കിൽ തീരട്ടെ. ഒരു മധ്യസ്ഥനാകുക എന്ന് പറയുന്നതിനും ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ഒന്നും മധ്യസ്ഥം പറയാനൊന്നും കഴിയില്ല. മധ്യസ്ഥനാവണമെങ്കിൽ ഇരുകൂട്ടരുടെയും വിശ്വാസം ആർജിക്കാൻ സാധിക്കണം. ഇരുകൂട്ടർക്കും ഈ മധ്യസ്ഥം പറയുന്ന ഒരാൾ ഇംപാർഷ്യലാണ്, നിഷ്പക്ഷമാനാണ്, നീതിമാനാണ് എന്ന് തോന്നിയെങ്കിൽ മാത്രമേ ഒരു പൊതു മധ്യസ്ഥന്റെ റോളിൽ ഏത് കക്ഷികളായാലും ആ മധ്യസ്ഥം സ്വീകരിക്കും. സുധാകരൻ സാറിന്റെ ഈ മധ്യസ്ഥ മാഹാത്മ്യം തിരിച്ചറിയാതെ അവിടെ പോയി ബഹളമുണ്ടാക്കിയ കൺട്രികളെ പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ പോരാഞ്ഞ് നമുക്കാർക്കും അറിയാത്ത ഒരു സത്യവും സുധാകരൻ സാറ് പറയാൻ പോവുകയാണ്. കണ്ണൂരിലെ സിംഹമായ സുധാകരൻ സാറിന് പാലക്കാട് ഒരു ബന്ധുവീടുണ്ട്. ബന്ധുവീട്ടിൽ വന്നാൽ പിന്നെ അയൽപ്പക്കത്തെ പ്രശ്നത്തിൽ തലയിടാതെ എങ്ങനെ തിരിച്ചു പോകും? എന്റെ ബന്ധുവീടാണ് ആ ചെർപ്പളശ്ശേരി ഞാൻ ഇരുന്ന വീട്. എന്റെ തറവാട്ടിൽപ്പെട്ട എൻ്റെ ഒരു ബന്ധുവാണ് കുമ്പക്കുടി ചന്ദ്രൻ. ഞാൻ കുമ്പക്കുടി സുധാകരൻ. ഒരു തറവാടാണ്. കണ്ണൂരിൽ നിന്ന് പോയി അവിടെ താമസിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഒരു താവഴിയാണ്. ഞാൻ ആ വീട്ടിലാണ് പോയത്. ആ വീട്ടിലാണ് ഇരുന്നതും സംസാരിച്ചതും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇപ്പം എന്നെ CPM-കാർ തടഞ്ഞു വെച്ചു, BJP-കാർ തടഞ്ഞു വെച്ചു. എന്നാലും തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ചർച്ചയ്ക്ക് പോയി. ചർച്ച അവിടെ നടക്കുമ്പോൾ പുറത്ത് ആളുകൾ കൂടി. CPM-കാരുണ്ട്, BJP-കാരുണ്ട്. അവർ മുദ്രാവാക്യം മുടക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അവർ ആ വീട്ടിൻ്റെ അകത്തേക്ക് ട്രെസ്പാസ് ചെയ്യാനോ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ തടയാനോ അവരാരും ശ്രമിച്ചിട്ടില്ല. ജിഷ്ണു കേസിൽ വലിയ വായിൽ ബഹളം വെച്ച കോൺഗ്രസ്സുകാരൊക്കെ സുധാകരൻ സാർ പറയുന്നത് ഒന്ന് കേൾക്കണം.
കോൺഗ്രസും നെഹ്റു കോളേജ് ഉടമയായ കൃഷ്ണകുമാറും തമ്മിലുള്ള ബന്ധം ഉപ്പും കഞ്ഞിയും തമ്മിലുള്ള ബന്ധത്തേക്കാൾ പവിത്രമാണെന്ന് സുധാകരൻ സാറ് വെളിപ്പെടുത്തി കഴിഞ്ഞു. വ്യക്തിപരമായി കൃഷ്ണദാസിന്റെ കുടുംബവുമായി നീണ്ട വർഷത്തെ ബന്ധം എനിക്കുണ്ട്. കൃഷ്ണദാസ് KSUവിന്റെ നേതാവായിരുന്നു. കൃഷ്ണദാസ് KSUവിന്റെ പ്രവർത്തകനായിരുന്നു. കൃഷ്ണദാസ് KSUവിന്റെ സ്ഥാനാർത്ഥിയായി കോളേജുകളിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹവുമായി എന്റെ ബന്ധം സ്വാഭാവികമാണ്. ഞാൻ പാർട്ടി നേതാവാണ്, എന്റെ ബന്ധമുണ്ട്. വിദ്യാർത്ഥികളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും കൊല്ലുന്ന കോളേജിന്റെ ഉടമയുടെ രാഷ്ട്രീയ മാഹാത്മ്യം മനസ്സിലാക്കാതെ പോയ നമ്മൾ മലയാളികൾ എന്തുമാത്രം പാമരന്മാരാണെന്ന് സുധാകരൻ സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ കോൺഗ്രസ് നേതാവിന്റെ പേരിട്ടൊരു കോളേജ് സമുച്ചയം കെട്ടിപ്പടുക്കാൻ നട്ടെല്ല് കാണിച്ച, ചങ്കൂറ്റം കാണിച്ച കൃഷ്ണദാസിന്റെ അച്ഛനടക്കം പാരമ്പര്യമായി ആ കുടുംബം കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് ഇത്രയും വേണ്ടപ്പെട്ട ഒരു മുതലാളിക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ പോയില്ലെങ്കിൽ തീർച്ചയായും ഒരു കോൺഗ്രസ് നേതാവിന് അത് നാണക്കേടാണ്. സുധാകരൻ സാറ് ഇനിയും ഇതുപോലെ മധ്യസ്ഥം പറയാൻ പോകണം. അങ്ങനെയൊക്കെയല്ലേ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്ലൈമാക്സിന് ഇനിയും കുറച്ച് ദിവസം കൂടി കാക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ആകും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കഥ മറ്റു പല വഴിക്ക് നീളുകയാണ്. ഓരോ ദിവസവും കഥയിൽ പുതിയ പല കഥാപാത്രങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാവം ധർമ്മജനും കിട്ടി നല്ലൊരു ക്യാരക്ടർ. പൾസർ സുനിയും ധർമ്മജനും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടുകൂടി ആലുവ പോലീസ് ക്ലബിൽ നിന്നും ധർമ്മജനും വന്നു വിളി. പറഞ്ഞില്ലേ, ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അറിയാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയിച്ച സിനിമകളുടെ സെറ്റിൽ വന്നിട്ടുണ്ടോ, ഇയാളെ കണ്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചാണ്. എന്റെ അല്ലാണ്ട് വലിയ വിവരങ്ങൾ അറിയാൻ എന്റെ അടുത്ത് ഇല്ല. എനിക്ക് പരിചയമുള്ള കൊണ്ടല്ലേ, നമ്മൾ ആർട്ടിസ്റ്റുകളാവുമ്പോ പലരോടും കൂടി നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ എന്റെ ഇതിൽ വന്നിരുന്നു. നേരത്തെ ഒരു പ്രവാസി ഇത് പത്രത്തിൽ വന്നിരുന്നു. അതിനെപ്പറ്റി ചോദിപ്പിക്കാനും കാര്യങ്ങളൊക്കെ എന്നെ വിളിപ്പിച്ചു. അല്ലാണ്ട് വേറെ ഒന്നും ചോദിച്ചില്ല എന്നോട്. ഫോട്ടോ ഇപ്പൊ നിങ്ങളെ കൂടി എടുത്താലും നിങ്ങളിപ്പോ എന്തോരം പേരുണ്ട്, എനിക്ക് നിങ്ങളുടെ മുഖം കൂടി കാണാൻ പറ്റില്ല. നമ്മളത് നോക്കൂല, നമ്മൾ ലൊക്കേഷനിൽ എന്തോരം പേരുടെ ഫോട്ടോ ഒന്നും ചോദിച്ചില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. ഒന്നുമില്ല. എന്നോട് സിനിമകളുടെ സെറ്റിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് മറുപടി ഒന്നുമല്ല. എന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ഇയാളെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാറുണ്ട്. അല്ലാതെ ഇത് ആരാണ് എന്താണെന്ന് ചോദിക്കാറ്. കോമഡിയും കളിച്ച് നടന്നിരുന്ന ആ പാവം KS പ്രസാദിനെയും ഇന്ന് മാധ്യമപ്രവർത്തകർ ആലുവ പോലീസ് ക്ലബിലേക്ക് കയറി പോകുന്നത് കണ്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആശാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴാണ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് എന്നെ ചോദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാനൊരു കൂട്ടുകാരൻ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. എന്റെ ഒരു സുഹൃത്തിന്റെ വേറെ പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിന് കാണാൻ വന്നതാ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അത് ചാനലിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് കണ്ടപ്പോ ഇതിനകത്ത് കയറുന്നവരെ മുഴുവൻ ഈ കേസിലെ പ്രതികളൊന്നുമില്ല, പ്രതികളും എല്ലാം ചുമ്മാ വന്നതാ. എന്റെ ഒരു സുഹൃത്ത്, പോലീസ് ഉദ്യോഗസ്ഥനാണോ? എന്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടിനെ കാണാൻ. എന്തായാലും സുഹൃത്തിനെ കാണാൻ വരാൻ പറ്റിയ സ്ഥലവും സമയവും. സുഹൃത്തിനെ കണ്ട് എത്രയും പെട്ടെന്ന് സാർ സ്ഥലം വിട്ടാട്ട്. അതവിടെ നിൽക്കട്ടെ. ഇതിനിടയ്ക്ക് നമ്മുടെ യൂത്തന്മാർക്ക് ചെറിയ ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. സിനിമാ വിഷയമാകുമ്പോൾ 4 ആൾ കൂടും എന്നറിയാവുന്നതുകൊണ്ട് ആശാന്മാർ ഒരു പ്രകടനം സംഘടിപ്പിച്ചു. അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ വീട്ടിലേക്ക്. ഇന്നാട്ടിലെ സിനിമാക്കാരെയൊക്കെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം എന്ന തീരുമാനത്തിലാണ് യൂത്ത് കോൺഗ്രസ്. മറ്റു പ്രശ്നങ്ങളെല്ലാം ഇത് കഴിഞ്ഞ് ഒരു പെൺകുട്ടി, വിശിഷ്യ ഒരു സെലിബ്രിറ്റി, ഒരു നടി അതിദാരുണമായ രീതിയിൽ തെരുവിൽ പട്ടാപ്പകൽ മാനബന്ധത്തിനിരയായി ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി എന്ന് പറയുന്ന സംശയിക്കുന്ന ആളുകൾ സിനിമാ ലോകത്തെ ഉന്നതന്മാരാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ട് പോലും താരരാജാക്കന്മാരെന്നെല്ലാം നമ്മൾ പറയുന്ന ആളുകൾ അതിന്റെ താരസംഘടനകളുടെ മീറ്റിംഗ് കൂടി ആ മീറ്റിംഗിൽ ഒരു അക്ഷരം ഉരിയാടാതെ ഈ അങ്ങേയറ്റത്തെ പ്രതിഷേധം നടത്തുന്ന ഈ പ്രതികരണത്തെ ഒരിക്കൽ പോലും പ്രതിഷേധിക്കാതെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു സ്ഥിതി കാഴ്ചവെക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മകളുടെ പ്രായമായ പെൺകുട്ടി തെരുവിൽ പിച്ചുചേന്തി എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്ത നിങ്ങൾ ഒരു താരരാജാവാണ്, താരസംഘടന അധിപനാണ്, വിശിഷ്ട ജനപ്രതിനിധിയാണെന്ന് പറയാൻ അങ്ങേയറ്റത്തെ അപമാനം ഞങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ വേണ്ടി. സിനിമയെ ശരിയാക്കുമെന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ ഇനി തിയേറ്ററിലെത്താൻ യൂത്ത് കോൺഗ്രസ് വിചാരിച്ചാലേ നടക്കൂ. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരരാജാക്കന്മാരുടെ സിനിമകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തടയും എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ നിമിഷം വിനിയോഗിക്കുന്നു. അടിയന്തരമായി അമ്മയുടെ പ്രസിഡന്റ്, ചാലക്കുടിയുടെ MP ശ്രീ ഇന്നസെന്റ്
മാപ്പ് പറഞ്ഞ് സ്ത്രീകളെ അപമാനിച്ച ഈ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അതുവരെ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് GSTയുടെ മുഴുവൻ പേര് ജീവിക്കാൻ സമ്മതിക്കില്ല തെണ്ടികൾ എന്നാണെന്ന് ആരോ ട്രോളിയിരിക്കുന്നത് കണ്ടു. സംഗതി സത്യമായി കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതി GSTയുടെ രുചിയറിയും. ബില്ല് വന്നപ്പോൾ GSTയുടെ ചൂടറിഞ്ഞ ഒരു കസ്റ്റമറുടെ അനുഭവം കേൾക്കുക. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും കേൾക്കണം. ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങളൊരു 5 സുഹൃത്തുക്കളായിരുന്നു തിരുവനന്തപുരത്തുള്ള ഒരു തക്കാരം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. നമ്മൾ സാധാരണ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ്. പക്ഷേ ഈ തവണ ഇന്ന് ഞങ്ങൾ കഴിച്ചാലും ഞങ്ങൾക്ക് ബില്ലിൽ ഏകദേശം ഒരു 84 രൂപയോളം 12% GST എന്ന രീതിയിൽ അവർ കൂടുതൽ ഈടാക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ട ഞങ്ങൾ അവരോട് ചോദിക്കുകയും എന്നാൽ അവർ നമ്മളോട് തട്ടിക്കയറുന്ന രീതിയിലായിരുന്നു അവർ മറുപടി പറഞ്ഞത്. ഹോട്ടൽ ഉടമകൾ ഈടാക്കുന്ന ഈ അധിക പണത്തിനെതിരെ ധാർമ്മിക രോഷം മൂത്ത് പ്രതികരിച്ചാൽ ചിലപ്പോൾ തിന്നതൊക്കെ കടക്കാർ അവിടെ വെച്ച് തന്നെ ഛർദ്ദിപ്പിക്കും. എന്നാൽ ഞങ്ങൾ ഈ കാര്യം അവരോട് സൂചിപ്പിച്ച സമയത്ത് അവർ നമ്മളോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരും എല്ലാവരും നമ്മളുടെ കൂട്ടം കൂടിയിട്ട് നമ്മളെ തടഞ്ഞു വെക്കാവുന്ന രീതിയിൽ നമ്മളെ തടഞ്ഞു നിർത്തുകയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് ഈ GST അടക്കം കാണിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഈ ബില്ലിൽ കാണിക്കുന്ന തരത്തിൽ അവർ ആ മുഴുവൻ തുക അവിടുന്ന് വാങ്ങുകയാണ് ചെയ്തത്. ഹോട്ടലുകാരുടെ മുന്നിൽ പാവം ധനമന്ത്രി ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ ഹോട്ടലുകാരുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ടത്രേ. AC റെസ്റ്റോറൻറ്റുകളിൽ 10% വില കുറച്ചിട്ട് 18% നികുതി ഈടാക്കാം എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. എന്നാൽ ചിക്കൻ പോലുള്ള സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ അത്തരത്തിൽ വില കുറയ്ക്കാൻ പറ്റില്ല എന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പറഞ്ഞു. തോന്നിയ പോലെ വില ഈടാക്കുന്ന ഹോട്ടലുകാർക്ക് ഇനി അതിലും വില കൂട്ടി വിൽക്കാനുള്ള സുവർണാവസരമാണ് GST കൊണ്ടുണ്ടായത്. വില കുറയ്ക്കണമെന്ന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് ഹോട്ടലുകാരുടെ പറച്ചിൽ. ഒന്നാമത് GST വന്നതിൻ്റെ പ്രയോജനം ഹോട്ടലുകാർക്ക് കിട്ടിയിട്ടില്ല. ചിക്കൻ പോലുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന് പ്രത്യേകിച്ച് കോഴി അടക്കം ഭയങ്കരമായിട്ട് വില വർദ്ധിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാത്തിടത്തോളം സമയം ഞങ്ങൾക്കും പെട്ടെന്ന് GST അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു സമീപനം സ്വീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ഭക്ഷണത്തിൻ്റെ ടാക്സ് പിരിക്കാൻ കേന്ദ്ര സർക്കാർ ഈ ഹോട്ടലുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവർ അതെങ്ങനെയും കുത്തിനി പിടിച്ച് വാങ്ങിക്കും എന്നത് എത്ര പേർക്കറിയാം? നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമമാണ് നിലവിൽ ടാക്സ് പിരിക്കാൻ. ഞങ്ങളുണ്ടാക്കിയ നിയമമല്ല. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ടാക്സ് പിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പിരിച്ചടയ്ക്കണം. എന്തായാലും ഒരുപാട് ദിവസമൊന്നും ഉണ്ടാവില്ലല്ലോ. നാളെ വീണ്ടും ചർച്ചയ്ക്ക്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ചർച്ചയ്ക്ക് വിളിക്കും.